ചന്ദ്രെ എല്ലാവർക്കും unnistechvlogന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫുഡ് ലാമ്പിന്റെ കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സ്കെച്ച് ഉൾപ്പെടുത്തിയിരുന്നില്ല. പലരും സ്കെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് ലാമ്പ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും ഓൺ ആയിട്ട് തന്നെ നിൽക്കുന്നു, ചെറിയ രീതിയിൽ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മുടെ ന്യൂട്രലിനും എർത്തിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇത് തെളിഞ്ഞു നിൽക്കാനുള്ള പ്രധാന കാരണം. എർത്തിനെന്ന് പറയാനുള്ളത് കാരണം വേറൊന്നുമല്ല, ഈ നമ്മൾ ന്യൂട്രലിനും എർത്തിനും ഇടയിലായിട്ട് ചെറിയൊരു വോൾട്ടേജ് എന്തായാലും ഉണ്ടാവും നോർമൽ കണ്ടീഷനിൽ. ഈ വോൾട്ടേജ് 25+ മേളിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഫുഡ് ലാമ്പ് ചെറിയ രീതിയിൽ തെളിഞ്ഞിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സിംഗിൾ സ്വിച്ചിൻ്റെ കണക്ഷൻ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഒരു ലാമ്പ്, അതിലേക്ക് ന്യൂട്രൽ നോർമലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഒരു സ്വിച്ചിൻ്റെ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫേസ് കണക്ട് ചെയ്യുന്നു, ഔട്ട് നേരെ ലാമ്പിലേക്ക്. ഇങ്ങനെയാണ് നോർമൽ ഒരു ലൈറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ന്യൂട്രൽ ഉണ്ടാകും. പക്ഷേ ഈ ന്യൂട്രൽ ഉണ്ടാകുന്ന ഈ 25 വോൾട്ടിൻ്റെ ഒരു ഇൻഡക്ഷൻ കാരണമായിട്ടാണ് ഈ ലാമ്പ് ചെറുതായിട്ട് തന്നെ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഒരു സിംഗിൾ സ്വിച്ച് ഫുഡ് ലാമ്പിൻ്റെ കണക്ഷനിൽ എങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ലാമ്പ് ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ ന്യൂട്രൽ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്തായിട്ട് യൂസ് ചെയ്യേണ്ടത് ഒരു 2-way സ്വിച്ചാണ്. ആ 2-way സ്വിച്ചിൻ്റെ സെൻറ്റർ പോയിന്റിൽ നമ്മൾ നേരെ ലാമ്പിലേക്ക് കണക്ട് ചെയ്യുക, മേളിൽ ഫേസ് കണക്ട് ചെയ്യുക, താഴത്ത് ന്യൂട്രൽ കണക്ട് ചെയ്യുക. ഇത് അങ്ങോട്ടേക്ക് ഫേസ് ന്യൂട്രലും തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നേരെ ലാമ്പിലേക്ക് 230 വോൾട്ട് ചെല്ലും, ലാമ്പ് വർക്കാവും. അതേപോലെ തന്നെ ഓഫാക്കുന്ന സമയത്ത് ഈ ലാമ്പിലേക്ക് ചെല്ലുന്നത് ന്യൂട്രലാണ്. അപ്പോൾ ഈ ന്യൂട്രൽ ഉണ്ടാകുന്ന അതേ വോൾട്ട് തന്നെയായിരിക്കും ഇങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ഉണ്ടാകത്തില്ല. രണ്ട് പോയിന്റുകൾക്കും ലാമ്പിൻ്റെ 2 പോയിന്റുകൾക്കും ഇടയിലുള്ള വോൾട്ടേജുകൾ തുല്യമായതുകൊണ്ട് തന്നെ ഈ ലാമ്പ് ചെറുതായിട്ട് പോലും പ്രകാശിക്കത്തില്ല. ഇനി നമുക്കൊരു 2-way സ്വിച്ചിൻ്റെ കണക്ഷൻ നോക്കാം. ഈ 2-way സ്വിച്ചിൻ്റെ കണക്ഷൻ വെച്ചാൽ സ്റ്റെയർ കേസ് വയറിങ്ങിൽ ചെയ്യുമ്പോഴുള്ള കുഴപ്പമാണ്. സ്റ്റെയർ കേസ് വയറിങ്ങിൽ നമ്മൾ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. നമ്മളൊരു ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം ഈ ഫുഡ് ലാമ്പിൻ്റെ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് മേടിക്കുക. അപ്പോൾ ഈ ഫുഡ് ലാമ്പിൻ്റെ ഈ റെസിസ്റ്റർ വെച്ചിട്ട് ചെയ്യുന്ന ഫുഡ് ലാമ്പുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് പൊതുവേ കാണിക്കും. അപ്പോൾ അത് മാറാനായിട്ട് എന്ത് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു 2-way കണക്ഷനിൽ ആ 2-way സ്റ്റെയർ കേസ് വയറിങ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ 2-wayയുടെ ഒരു പോയിന്റ്, 2-way സ്വിച്ചിൻ്റെ 3 പോയിന്റുകൾ, ഇപ്പുറത്തും ഒരു 2-way സ്വിച്ചിൻ്റെ പോയിന്റ്. ഇത് താഴെയാണെങ്കിൽ ഇത് മേൽവശത്ത്, എങ്ങനെയാണെങ്കിലോ. അപ്പോൾ ഒരു സ്റ്റെയർ കേസ് വയറിങ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൽ ചെയ്യാവുന്ന ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ചിൻ്റെ ടോപ്പ് വശങ്ങൾ നമ്മൾ ഷോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ബോട്ടം വശം നമ്മൾ ഷോർട്ട് ചെയ്യുക. മുകളിലേക്ക് നമ്മൾ ഫേസ് ലൈൻ ചാർജ് ചെയ്യുക, താഴത്തേക്ക് ന്യൂട്രൽ ലൈൻ ചാർജ് ചെയ്യുക. ഇത് ഞാൻ പ്രിഫർ ചെയ്യില്ല. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഈ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു സ്കെച്ചാണ്. കാരണം ഇത് ചെയ്യുമ്പോൾ ഈ നടുക്ക് വശം നമ്മൾ ലാമ്പിലേക്ക് കണക്ട് ചെയ്യുക, 2 വശവും ലാമ്പിലേക്ക് കണക്ട് ചെയ്ത് 2 സൈഡിൽ നിന്നുള്ളത്. അപ്പോൾ ഈ സ്വിച്ച് മുകളിലേക്ക് ഓൺ ചെയ്യുമ്പോഴും ഈ സ്വിച്ച് താഴത്തേക്ക് ആയിരിക്കുമ്പോഴായിരിക്കും ഈ ലാമ്പ് ഓൺ ആയിരിക്കുക. അതേപോലെ തന്നെ ഈ സ്വിച്ച് താഴത്തേക്കും ഈ സ്വിച്ച് മുകളിലേക്കൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഓൺ എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെ കിട്ടും. ഇനി മറ്റൊരു കണ്ടീഷൻ വെച്ചാൽ ഈ 2 സ്വിച്ചും താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ തന്നെയായിരിക്കും ഈ ലൈറ്റ് പോയിന്റിലേക്ക് ചെല്ലുക. അപ്പോൾ ലാമ്പ് ഓഫ് എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ ലാമ്പിൻ്റെ 2 ടെർമിനൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ന്യൂട്രലിലുള്ള വോൾട്ടേജ് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ലാമ്പ് തെളിയത്തില്ല. ഇനി മേളിലേക്ക് ഇടുമ്പോഴാണെങ്കിൽ നോക്കാം. മേളിലേക്ക് ഇടുമ്പോൾ ഇവിടെയുള്ള 230 വോൾട്ട്, അതായത് പ്ലസ് വോൾട്ട് ഇവിടെ ഉണ്ടാകും. ഈ പ്ലസ് വോൾട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 വശത്തും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, ഈക്വൽ ആയിട്ടുള്ള വോൾട്ടേജ് തന്നെ ആയതുകൊണ്ട് അപ്പോഴും ഓഫ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഇതിനകത്തുള്ള പ്രധാന കാരണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് മെൻഷൻ ചെയ്യണം. അതായത് ഇത് സ്കെച്ച് ഈ വയറിങ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പുതിയൊരാൾക്ക് വന്ന് നോക്കുമ്പോഴും കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽ സ്കെച്ച് ഉണ്ടാകണം ഇതിൻ്റെ അകത്ത്. കാരണം എന്ന് വെച്ചാൽ ഈ ലാമ്പ് ചേഞ്ച് ചെയ്യാൻ ചെല്ലുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇത് 2 ഫേസ് മേളിലേക്കാണ് നടക്കുന്നതെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. അതായത് മറ്റൊരാൾ വന്നത് ചെക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഇത് അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്വിച്ച് ഓഫ് ആണെന്ന് കരുതി അഴിക്കുകയാണെങ്കിൽ പോലും ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യണമെന്നല്ല, പക്ഷേ ഒരു നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നോക്കിയും കണ്ടുമൊക്കെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുകയും കൂടി വേണം. ഓക്കെ, ഇതുകൊണ്ട് വേറെ ഷോർട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കൃത്യമായിട്ട് തന്നെ വർക്കിംഗ് കാര്യങ്ങളുണ്ടാവും. സ്വിച്ച് ഒരിക്കലും നമുക്ക് ഇങ്ങനെ മേളിൽ ഫേസും താഴെ ന്യൂട്രലും കൊടുത്തുമ്പോൾ ഷോർട്ടിങ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം ഈ കോൺടാക്ട് മേളിലേക്കോ താഴത്തേക്കോ വരാനുള്ള സാഹചര്യമുള്ളൂ. അല്ലാണ്ട് ഇടയ്ക്ക് തമ്മിൽ ഷോർട്ടാകുന്നൊരു സാഹചര്യം ഒരിക്കലും സ്വിച്ചിൻ്റെ കേസിൽ ഉണ്ടാകത്തില്ല.